തിരുവനന്തപുരം മംഗലപുരത്തെ CPM ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി CPM വിട്ട് BJPയിൽ ചേർന്നതിന് പിന്നാലെ മധുവിന്റെ CPM അനുഭാവിയായ മകളും BJPയിൽ ചേർന്നു. മധുവിന്റെ മകളും വൈക്കം തലയാഴം മാടപ്പള്ളിയിൽ ഹരികൃഷ്ണന്റെ ഭാര്യയുമായ മാധുവാണ് ഇന്ന് രാവിലെ പിതാവ് BJPയിൽ ചേർന്നതിന് പിന്നാലെ BJPയിൽ അംഗമായത്. പിതാവ് CPM വിട്ട് BJPയുടെ ഭാഗമായതോടെ മാധു BJP വൈക്കം മണ്ഡലം വൈസ് പ്രസിഡന്റും തലയാഴം പഞ്ചായത്ത് അംഗവുമായ പ്രീജു കെ ശശിയെ ബന്ധപ്പെടുകയും തുടർന്ന് നടന്ന ചർച്ചയിൽ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ മാധു സന്നദ്ധത അറിയിക്കുകയുമായിരുന്നു. കഴിഞ്ഞ 42 വർഷമായി CPMൽ പ്രവർത്തിക്കുന്ന മധു മുല്ലശ്ശേരി ദീർഘകാലം ലോക്കൽ സെക്രട്ടറി, 2 തവണ ഏരിയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പോകാൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെയാണ് പിതാവ് പാർട്ടി വിട്ടതെന്നും പിതാവ് ഒറ്റപ്പെട്ടു പോയ സമയത്ത് കൂടെ നിന്ന് മനോബലം നൽകേണ്ടത് കടമയായതുകൊണ്ടാണ് BJPയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും മാധു പറഞ്ഞു. ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നത് 8 കൊല്ലമായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, 2 ടേണായിട്ട് 10 കൊല്ലത്തോളം അടുപ്പിച്ച ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട്. അപ്പം എൻ്റെ അനിയനായാലും എല്ലാം നമ്മുടെ ഈ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മുടെ ഈ മംഗലാപുരം പഞ്ചായത്തിൽ ഒരു വലിയൊരു കുടുംബം തന്നെയാണ് ഞങ്ങൾ ആ ഒരു ഇതിന് വേണ്ടിയല്ല ഞങ്ങൾ എന്തായാലും ജനിച്ച അന്നുള്ള എനിക്ക് വോട്ട് 18 വയസ്സ് തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കുത്തുന്നത്. എൻ്റെ കുടുംബക്കാരായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്പം അങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോൾ അവരെന്തായാലും ഞങ്ങളോട് ഇത് കാണിച്ചത് വളരെ മോശമായിപ്പോയി. എന്തായാലും നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിപ്പോയി. എന്തായാലും അങ്ങനെയാണ്, അച്ഛൻ്റെ വിഷമം തന്നെയാണ് ഇതിനുള്ള കാരണം. ആരോപണങ്ങൾ അച്ഛൻ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടായത്. അതിനു മുന്നേ എവിടെയെങ്കിലും ഒരു ആരോപണം കാണിച്ചു തരാൻ പറ്റും? എവിടെയെങ്കിലും ഒരെണ്ണം ഇല്ലല്ലോ. നമ്മൾ ഒരാളെ കുറ്റം പറയാനായിട്ട്, കുറ്റം ചുമത്താനായിട്ട് അവരതെല്ലാം പറയുന്നു, അതേ ഉള്ളൂ. അല്ലാതെ ഇതിനോട് ഞാനായിട്ടും കണ്ടതാണ് അച്ഛൻ ചെയ്യുന്നത്. ഒരു ഏരിയ കമ്മിറ്റി ബിൽഡിംഗ് തന്നെ ഇപ്പോൾ അവിടെ ഉണ്ടാക്കി. അത് നമ്മുടെ മുഖ്യമന്ത്രി വന്നാണ് ഉദ്ഘാടനം നടത്തിയത്. ആ പാർട്ടി അക്കൗണ്ടിൽ തന്നെ 27 ലക്ഷം രൂപ ഇട്ടിട്ടാണ് അച്ഛൻ ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവർ ഇറക്കി വിട്ടത്. ഏതൊരു ഏരിയ കമ്മിറ്റി എവിടെ എത്രത്തോളം ഈ ഏരിയ കമ്മിറ്റി ഇതുപോലൊരു ബിൽഡിംഗ് കെട്ടി? ഈ പാർട്ടിയുടെ ഈ അക്കൗണ്ടിൽ ഈ 27 ലക്ഷം രൂപ ആര് എവിടെ ഉണ്ടാക്കി? പിന്നെ കയറുന്ന ഒരാൾക്കായാലും അതെടുത്ത് ചെലവാക്കിയ പോരെ. അപ്പം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടിട്ടും ആണല്ലോ അച്ഛൻ ആ പാർട്ടിയിൽ നിന്ന് അവരെ അച്ഛനെ ഇറക്കി വിട്ടത്. മാധുവിന് പ്രീജു കെ ശശി അംഗത്വം നൽകി BJPയിലേക്ക് വരവേറ്റു. BJP വൈക്കം മണ്ഡലം ജനറൽ സെക്രട്ടറിയും വൈക്കം നഗരസഭാ കൗൺസിലറുമായ MK മഹേഷ്, കോട്ടയം ജില്ലാ സെക്രട്ടറിയും വൈക്കം നഗരസഭാ കൗൺസിലറുമായ ലേഖ അശോകൻ, BJP തലയാഴം പഞ്ചായത്ത് പ്രസിഡന്റ് T സുമേഷ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവരും സ്വീകരണ യോഗത്തിൽ സംബന്ധിച്ചു. സിറ്റി മീഡിയ, വൈക്കം. ചേട്ടാ, ഇവിടെ വൈകിട്ട് നല്ല ലാഭമുള്ളത്. മോൾക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാനുള്ള? 4 ടെസ്റ്റ് ഉണ്ട്. മികച്ച ലാബാണ് മോഡേൺ ക്ലിനിക്കൽ ലാബ്. അതേപോലെ 23 ലക്ഷത്തെ എല്ലാ ടെസ്റ്റും. ചേച്ചി, റിസൾട്ട് കിട്ടിയോ? ആ, കിട്ടി മോനെ. പറഞ്ഞതിലും 1/2 മണിക്കൂർ മുമ്പ് തന്നെ കിട്ടി. ഇൻഷുറൻസ് കാർഡ് എടുത്തത് കൊണ്ട് ചിലവും കുറഞ്ഞു കിട്ടി. നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ? ഉണ്ട്. മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി. കഴിഞ്ഞ 22 വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ 3000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ 100% കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, വൈക്കം.